ആ ആപത്ത് എന്താണ് രാജാറാം സാർ? എന്തിനാ നമ്മൾ ഭയക്കുന്നത്? ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? പലരെയും, പലതിനെയും. എനിക്ക് മനസ്സിലായി സാർ. സാർ പറഞ്ഞ പ്രകാരമല്ലേ ഞാൻ പോയി അമ്മയോട് സംസാരിച്ചത്? അപ്പൊ അമ്മ പറഞ്ഞത് GD എന്ന പക്കാ ക്രിമിനലിന് വേണ്ടി പേടിച്ചോടാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്നാണ്. പിന്നെ ആർക്കാണ് ഇത്ര ഭയം? ഭയത്തിന്റെ കാര്യമല്ല സാന്ദ്ര മേഡം. ഞാൻ രവി സാറിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ അവർക്ക് തോന്നിക്കാണും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന്. അത്രേ ഉള്ളൂ. അതങ്ങനെ അല്ല രാജാറാം സാർ. ഒരിക്കലും ഒരു ഒളിച്ചോട്ടം രവി സാറും ഗായത്രി അമ്മയും നടത്തില്ല. അതിന് പിന്നിൽ വേറെന്തോ നമ്മൾ അറിയാത്തൊരു രഹസ്യം ഉണ്ടാവണം. സെക്യൂരിറ്റി ഹെഡായ സാറിനും അതറിയില്ലെന്ന് പറഞ്ഞാ? എന്ത് രഹസ്യം? അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. GD അയാൾ എങ്ങനെ, എന്ത്, എപ്പ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പറഞ്ഞതില് ചെറിയൊരു തിരുത്തുണ്ട്. എങ്ങനെ, എന്ത്, എപ്പോ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് GDയുടെ കാര്യത്തിലല്ല രാജാറാം സാർ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിലാണ്. ശ്രീലക്ഷ്മിയോ? വാട്ട് യു മീൻ? ഐ മീൻ ഇറ്റ് സർ. ആ വീട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും അപകടകാരിയാവുന്നത് അപ്രത്യക്ഷത്തിലുള്ള GD അല്ല, പ്രത്യക്ഷത്തിലുള്ള ശ്രീലക്ഷ്മിയാണ്. രാജനന്ദിനി വിലാസത്തിലെ ആ ഒരു മുറി, ആ ഒരു റൂം ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടി വായിക്കുമ്പോ there is something wrong. അതൊക്കെ സാന്ദ്ര മേഡത്തിന് തോന്നുന്നതാ. ഒരിക്കലും ശ്രീലക്ഷ്മി മേഡത്തിന്റെ പ്രോബ്ലം കൊണ്ടല്ല ഈ വീട് മാറിയത്. ഞാൻ അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം പുതിയ വീട്ടിലും അതേ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി മേഡത്തിന് ആ റൂമുമായി പ്രശ്നമുണ്ടെങ്കിൽ രവി സാർ ഒരിക്കലും അത് ചെയ്യില്ല. രവി സാർ ഓൾറെഡി രാജനന്ദിനി മാഡത്തിന്റെ ഫോട്ടോയും സ്വർണ്ണാഭരണങ്ങളും ആ മുറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാജനന്ദിനി വിലാസത്തിലെ ആ സീക്രട്ട് റൂമിന്റേതായ ഒരു പ്രശ്നവും വർമ്മൻ വില്ലയിൽ ഉണ്ടാവില്ല എന്നതാണ്. മാത്രമല്ല ശ്രീലക്ഷ്മി മാഡത്തിന് പഴയതുപോലുള്ള ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലായിരിക്കാം. പക്ഷെ രാജാറാം സാർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ മാറ്റങ്ങൾ മറ്റു പല സംഭവങ്ങൾക്കും തുടക്കമാവും. ഒന്നുകിൽ മുന്നിലെ ശക്തി GDയെ പ്രതിരോധിക്കാൻ എല്ലാവരും ആ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ പിന്നിലെ അജ്ഞാത ശക്തി അവരെ ആ വീട്ടിലേക്ക് എത്തിച്ചു. ഞാനീ പറഞ്ഞതിൽ ആദ്യത്തേതാണെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ഇഫ് ഇറ്റ്സ് ദ സെക്കൻഡ് വൺ, ബി മോർ കെയർഫുൾ. കണ്ടതിലോ കേട്ടതിലോ അനുഭവിച്ചതിലോ കൂടുതൽ എന്തോ വരാനിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു രാജാറാം സാർ. റേഖ, തന്റെ പനിയൊക്കെ പോയോ? ആഹാ, മുഖം കണ്ടാലറിയാം. ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ആള് മിടുക്കിയായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വീടൊക്കെ? അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്റെ ഫോണിന്റെ കാര്യം എന്തായി? ആദ്യം അത് പറയ. അത് പറയാൻ എന്തിരിക്കുന്നു? ഫോണും കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നതന്നെ. വാവ്, ഫോൺ കിട്ടിയോ? വെരി ഗുഡ് രഘു. ഇപ്പഴെനിക്ക് സന്തോഷമായത്. അതെനിക്കറിയാലോ. അതല്ലേ ഞാൻ നേരത്തെ പറയാതെ സർപ്രൈസ് ആയി വെച്ചിരിക്കുന്നത്. ബ്രദർലായി മദർലായിക്ക് താഴെ ഉണ്ടോ? ഉണ്ടല്ലോ. എടി ശ്രീലക്ഷ്മി, നിന്റെ അബദ്ധ സഞ്ചാരം ഇന്നത്തോടെ ഞാൻ നിർത്തി തരാം. എന്താ രേഖ, എന്താ പറഞ്ഞേ? അതൊന്നുമില്ല. രഘു ഫോണിങ് തന്നെ. ഓഹോ, ഞാനിത് എത്ര കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയെന്നറിയോ? അതിന് അതിനൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടിയാ ഫോൺ തരാം. ഇനിയും എന്റെ ക്ഷമ പരീക്ഷിച്ചാ കിട്ടേണ്ടത് കിട്ടും. ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാമെന്ന് കരുതണ്ട.
എനിക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ. ശ്ശോ, എന്റെ ദൈവമേ. ശരി, രഘുൻ എന്താ വേണ്ടത്? ഹ, എന്താ രേഖ ഇത്? ഒരു ഭർത്താവിനോട് ഭാര്യ ഇങ്ങനെ ചോദിക്കാവോ? ആണെങ്കിലേ ഞാൻ തരാം. രഘു, മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ രഘുവിന്റെ ഒരു തമാശ. എനിക്ക് വേണ്ടത് ഉമ്മയൊന്നുമല്ല, ഫോണാ. ഫോൺ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. രഘുചന്ദ്ര വർമ്മൻ പ്രസന്റിംഗ് ടു ഹിസ് ഡിയർ വൈഫ് എ ന്യൂ ബ്രാൻഡ് മൊബൈൽ ഫോൺ. ദാ പിടിച്ചോ. ഇതെന്താ, ഇത് പുതിയ ഫോണോ? അതെ, പുതിയ വീട്ടിൽ പുതിയ ഫോൺ. എങ്ങനെയുണ്ട്? രഘുവിനോട് ആരാ പുതിയ ഫോൺ ചോദിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ ഫോൺ വേണമെന്ന്. ഇത് എത്ര രൂപയുടെ ഫോണാണെന്ന് അറിയോ രേഖയ്ക്ക്? ഞാൻ എത്ര സമയമെടുത്ത് സെലക്ട് ചെയ്ത ഫോണാണെന്ന് അറിയോ? താൻ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? വാട്ട്സ് റോങ് രേഖ? രഘു, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേണ്ടത് എന്റെ പൊട്ടിയ ഫോണാ. അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരണം. അതെനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് എത്ര രൂപയുടെ ഫോൺ ആയാലും എനിക്ക് വേണ്ട. ആ ഫോൺ ഡാമേജ് ആയതുകൊണ്ടല്ലേ ഞാൻ ഈ പുതിയ ഫോൺ വാങ്ങിയത്. താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? താൻ എന്തിനാ ആ ഫോൺ തന്നെ വേണോന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതിന് മാത്രം എന്താ ആ ഫോണിലുള്ളത്? ആ ഫോണിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ രഘുവിനോട്. രഘുവിന് ആ ഫോൺ റിപ്പയർ ചെയ്തുകൊണ്ട് തരാൻ പറ്റുമോ ഇല്ലയോ അത് പറയും. ഓക്കെ ഓക്കെ, കൂൾ രേഖ, കൂൾ. ഞാൻ ആ ഫോൺ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരാം. അതുവരെ താൻ ഈ ഫോൺ ഉപയോഗിക്കേ. വേണ്ട, ഞാൻ ഇത് വാങ്ങി ഉപയോഗിച്ചാലേ രഘു ആ ഫോൺ എനിക്ക് വാങ്ങി തരില്ല. പ്രോമിസ്. ഞാൻ ആ ഫോൺ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരാം. തന്നിരിക്കും. എന്റെ ദൈവമേ, എന്റെ അവസ്ഥ നീ കാണാഞ്ഞതാണോ അതോ കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിക്കുന്നതാണോ? ശ്രീലക്ഷ്മി മാഡത്തിന് ഇതുവരെ കണ്ടില്ലല്ലോ. അടുക്കളപ്പണി ചെയ്യേണ്ടതോ ഞാൻ ആര് കേൾക്കാനാ? പാവം. എന്താ സാർ ഇത്? എപ്പോഴും ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ, അത് കഴിഞ്ഞ പുസ്തകങ്ങളിൽ. ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെ കൂടി ഒന്ന് സംസാരിച്ചാ കൊള്ളായിരുന്നു. ശ്രീലക്ഷ്മി, ഈ ഡയറിയില് ദേ വീണ്ടും ഡയറിയെ കുറിച്ച് പറയുന്നു. എന്തിനാ? എഴുതാനോ വായിക്കാനോ? അല്ല, എന്താ ഈ ഡയറിയിൽ ഇത്ര കാര്യമായിട്ടുള്ളത്? വല്ല പ്രോജക്ട് ഡീറ്റെയിൽസോ മീറ്റിംഗ് ഷെഡ്യൂൾസോ ആയിരിക്കും, ശരിയല്ലേ? അതല്ല ശ്രീലക്ഷ്മി, ഈ ഡയറിയില് ഓ, അതിലും പ്രധാനപ്പെട്ട എന്തോ ആണല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് ഈ ഡയറിയാണോ അതോ ഞാനാണോ ഇമ്പോർട്ടന്റ്? ഇപ്പൊ പറയണം. ദേ നോക്ക്, ഈ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ രാത്രിയാ. ഇന്നെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് എന്നോടൊപ്പം കുറച്ചു നേരം ഇരിക്കാമോ? ശരി, താൻ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ ഡയറി ആരുടെയാണെന്നറിയാൻ താനത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഈ ഡയറി സാറിന്റെ അല്ലേ?
സർ സർ ഇത് എന്റെ കൈയക്ഷരാണല്ലോ. പക്ഷെ ഇത് ഞാൻ എഴുതിയതല്ല. എന്താ ശ്രീലക്ഷ്മി താനി പറയുന്ന? തന്റെ അതേ ഹാൻഡ് റൈറ്റിംഗിൽ പിന്നെ ആരെഴുതാനാ? താനിതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? ശ്രീലക്ഷ്മി രാജനന്ദിനി രവി എന്ന്. താൻ എഴുതിയ അല്ലെങ്കിൽ പിന്നെ ഇത് രാജനന്ദിനി എഴുതിയാണോ? സർ അച്ഛനാ വിളിക്കുന്നത്. ഇപ്പൊ വരാം. ഹലോ അച്ഛാ. ആ അതെ അച്ഛാ, സുഖാണ്. ഇല്ല അച്ഛാ, രവി സാർ ഉറങ്ങിയില്ല. ഞാനും സാറ് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അമ്മയില്ലേ അവിടെ? അതോ ഉറങ്ങിയോ? അച്ഛാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതെ, ഇത് ഞാൻ എഴുതിയതാ. ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇന്ന് എവിടെ വെച്ച് അത് ഓർമ്മ വരുന്നില്ലല്ലോ. അച്ഛനെന്ത് പറഞ്ഞു ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, എടോ ഞാൻ തന്നോട് ചോദിക്കുന്നത്. സാർ അത് അച്ഛൻ വെറുതെ വിളിച്ചതാ. ഓ, സാർ ഞാൻ മറന്നുപോയതാ. ഞാൻ തന്നെ ഈ ഡയറി എഴുതിയത്. പെട്ടെന്ന് സാറ് ചോദിച്ചപ്പോ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. താൻ ഈ ഡയറിയിൽ എന്തിനാ രാജനന്ദിനി എഴുതിയിരിക്കുന്നത്? അതാ സാർ ഞാനും ആലോചിക്കുന്നത്. ഞാനിതിപ്പോ എപ്പോഴാ എഴുതിയത്? പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനിനി അതൊക്കെ പോട്ടെ. താൻ ഇനി അതും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അല്ല സാർ, എന്നാൽ അത് ഞാൻ എപ്പോ എഴുതിയെന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം തരാൻ കഴിഞ്ഞില്ലല്ലോ. അതെ, സമയം പാതിരാത്രിയായി. ഇനി എന്തോന്ന് ചോദ്യം ഉത്തരവൊക്കെ. കിടക്ക്. ആ, പുതിയ വീട്ടിലേക്ക് മാറിയത് പ്രമാണിച്ച് തലയണം അതിന് വേണ്ട. താൻ വന്ന് കിടക്ക്. കമാൺ.
ഇത് ഞാൻ എപ്പോഴാ എഴുതിയത്? എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ശരിക്കും ഞാനിത് എന്തിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഈ ഡയറിയിൽ ഞാൻ എഴുതുന്ന ഓരോ വാക്കും അക്ഷരം പ്രതി സത്യമാണ്. ഇതെന്റെ ഭൂതകാലത്തിനും ഭാവി ജീവിതത്തിനും ഇടയിലുണ്ടായ ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന നഗ്ന സത്യം. എന്റെ പഴയ ജീവിതത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനും ഇടയിലുണ്ടായ പരിഹരിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾ. ഇന്നത്തെ അഷ്ടമി ദിവസം ഞാൻ മനസ്സിലാക്കുന്ന ഈ സത്യങ്ങളാണ് ഇനി അങ്ങോട്ട് എന്റെ സുരക്ഷയും ഭാവിയും. ഓരോ മനുഷ്യജന്മത്തിനും ഒരു കാരണവും ലക്ഷ്യവുമുണ്ട്. ആ കാരണത്തിന് പിന്നിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും ലക്ഷ്യത്തിലേക്കെത്താൻ കടമകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നീ അറിയേണ്ടതും അതാണ്. ശരിക്കും നീ ആരാണ്? നിന്റെ ജന്മകാരണം എന്താണ്? നിനക്കും രവിക്കുമിടയിലുള്ളത് പ്രണയമാണോ, അതോ അത് മുൻ ജന്മത്തിലെ ആരംഭിച്ച ബന്ധമാണോ? ശ്രീലക്ഷ്മിയും രവിയും ഒന്നിച്ചത് എന്തിനാണ്? ശ്രീലക്ഷ്മിക്ക് നേരിടുന്ന ആപത്തുകൾ എന്തൊക്കെയാണ്? ഇതിനെല്ലാം ഉത്തരം നീ അറിയണമെങ്കിൽ ശരിക്കുള്ള നിന്റെ കഥ എന്താണെന്ന് നീ അറിയണം. എന്റെ കഥയോ? ഞാൻ അറിയാത്ത ആ കഥ എന്താണ്? എന്താണ് ഞാൻ നേരിടുന്ന ആപത്തുകൾ? അതെ, ഇത് നിന്റെ കഥയാണ്. പ്രണയത്തിന്റെ തപസ്സിൽ നിന്നും പിറന്ന ശ്രീലക്ഷ്മിയുടെ കഥ. ഞാൻ നീയും നീ ഞാനുമായ കഥ. ഊഹിക്കാനാവാത്ത, അവിശ്വസനീയമെന്ന് തോന്നിയേക്കാവുന്ന ഈ കഥ നീ മുഴുവനായും വായിക്കണം. എങ്കിലേ ഇപ്പോൾ നിന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ഞാനിങ്ങനെ എഴുതി? ആരെങ്കിലും പറഞ്ഞു തന്നെ ഞാൻ എഴുതിയതായിരിക്കോ? അതോ എവിടെയെങ്കിലും നോക്കി എഴുതിയതാണോ? ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അത് ശരി. എന്നെ ഉറക്കി കിടത്തിയിട്ട് താനിവിടെ ഒന്ന് എന്ത് ചെയ്യായിരുന്നു? സാർ, ഞാൻ ഡയറി എഴുതുമായിരുന്നു. ഈ പാതിരാത്രിക്കോ? എന്നിട്ട് പേനയുടെ പേന ഇല്ലാതാണോ ഡയറി എഴുതുന്നത്? സാർ, ഇത് ഞാൻ നേരത്തെ എഴുതിയതായിരുന്നു. ഞാൻ എഴുതിയ ഡയറി ഒന്ന് വായിക്കുമായിരുന്നു. ഓ, ഇതെന്താണാവോ ഇത്ര കാര്യമായിട്ട് ഡയറിയിൽ എഴുതിയിരുന്നത്? സാർ, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ തനിക്കുറക്കം വരുന്നില്ല. എന്നെ ഉണർത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് താൻ ഡയറിയുമായിട്ട് ഇരിക്കുന്നു. അട, ഡയറിയിൽ എന്നെ കുറിച്ച് എഴുതിയ? അതിന് ഡയറിയിൽ എന്താന്ന് ഞാൻ മുഴുവനും വായിച്ചില്ലല്ലോ. എന്തൊക്കെയാ ശ്രീലക്ഷ്മി പറയുന്നത്? താൻ എന്താ ഉറക്കപ്പിച്ചിലാണോ? താനെന്താ ഡയറിയിൽ എഴുതിയെന്ന് തനിക്കറിയില്ലെന്നോ? ശരി, ആ ഡയറി എന്ന് ഞാൻ ഒന്ന് വായിക്കട്ടെ. അത് വേണ്ട സർ. ഡയറി പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലേ. എഴുതി മുഴുവനാക്കിയതിനു ശേഷം സാറ് വായിക്കുന്നല്ലേ നല്ലത്. ഇത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലീസ്. അപ്പോ എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഡയറിയിലുണ്ടാവും അല്ലേ? ശരി, ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ. എങ്കിൽ വന്നിടന്ന് ഉറങ്ങാൻ നോക്ക്. സമയം ഒരോടെ നാളെ ഓഫീസിൽ പോണ്ടല്ലേ?
ശ്രീലക്ഷ്മി